ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് തങ്കപ്പൻ, അത് ആ ഒരു മൂവി പറയുമ്പോഴത്തേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള മൂവിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മെമ്മറീസ് വരുന്നത്? എനിക്ക് തോന്നുന്നത് ഈ അന്ന് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ വൈറലായതിൻ്റെ പുറകിലൊക്കെ ഈ പറഞ്ഞ പോലെ ഉദയകൃഷ്ണ CPK തോമസിൻ്റെ കൈയുണ്ട്. അപ്പോൾ അവരുടെ തന്നെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തൊരു തമാശയുണ്ട്, ഒരു മിമിക്രി ഹിറ്റാണത്, കൊടകര എന്ന് പറയുന്നൊരു മിമിക്രി ഹിറ്റ്. അപ്പം നമ്മളത് സംസാരിച്ചപ്പോൾ അത് പിന്നീട് അവർ ക്രിയേറ്റ് ചെയ്ത് ഒരു 3-4 സീക്വൻസ് ആക്കി ഒരു ക്യാരക്ടറാക്കി അങ്ങനെ ചെയ്തതാണ്. നിങ്ങളുടെ പണ്ടത്തെ ഒരു അല്ലെ, ഈ സ്ക്രിപ്റ്റിനകത്തുള്ള കംപ്ലീറ്റ് അവരുടെയാണ്, പക്ഷെ നമ്മൾ പറഞ്ഞ അതിന്റെ വേറൊരു തമാശയാണ്. അതിൽ നിന്ന് വന്ന ഒരു കഥാപാത്രമാണ് അല്ലേ ഈ ഒരു നമ്മുടെ തങ്കപ്പൻ. അടുത്ത മൈ ഡിയർ കരടിയിലെ അപ്പുക്കുട്ടൻ. നേരത്തെ പറഞ്ഞ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞത്. ലൈക്ക് ആ ഒരു സെറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അല്ലാതെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ആ സെറ്റിലെ മെമ്മറീസ്? അതിനകത്ത് പിന്നെ വെച്ചാൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ടർ സന്ധ്യമോഹനാണ്. സന്ധ്യമോഹൻ സാറിന് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നായകനായിട്ടുള്ള ഒരു സീരിയലാണ്. 13 എപ്പിസോഡിന്റെ സ്വർഗത്തിലെ കട്ടറും. അത് ജോസ് പല്ലിശ്ശേരി ചേട്ടനാണ് അതിൻ്റെ, എൻ്റെ അമ്മായിച്ചേട്ടൻ അഭിനയിക്കുന്നത്. അന്ന് വൈഫിൻ്റെ റോൾ ചേരുന്നത് മഞ്ജു പിള്ള ആണ്. അത് 13 എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ലൈഫിൽ ഒട്ടും മെച്യൂർഡ് അല്ലാത്ത, അതായത് ഞാൻ ഒരു ഹസ്ബൻഡ് ആവുന്ന ഒരു പ്രായമൊന്നും അല്ല എൻ്റെ. ഒരു 17 അത്രയ്ക്കേ അല്ല, 19 ചേച്ചി മൂത്തതാണ്. അപ്പൊ നമുക്ക് ചേച്ചി വിളിച്ചിട്ട് നടന്നിരുന്നു. മീശൊക്കെ ഉണ്ടാക്കി വരച്ച് എന്തൊക്കെ ചെയ്തെന്നെ ഭർത്താവ് ആക്കിയെടുത്ത്. അപ്പം അങ്ങനെയാണ് സന്ധ്യമോഹൻ സാറായിട്ടുള്ളൊരു കണക്ഷൻ ഞാൻ വരുന്നത്. അപ്പൊ പിന്നെ അവിടെ നമ്മുടെ നല്ല ബന്ധമാണ്. അപ്പൊ നമസ്കാരം ആ ഒരു സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ. കല്യാണത്തിന് മുൻപ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ സിസ്റ്ററും ഉമ്മയുടെ ഉമ്മയും ഭയങ്കര ക്രേസാണ്. അപ്പൊ എനിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം വന്നപ്പോൾ നവാസ്കയാണ് അതിന്റെ ഡയറക്ഷൻ ചെയ്തിരുന്നത്. പ്രോഗ്രാം ഡാൻസ് അല്ല, പ്രോഗ്രാം. അപ്പൊ അതിൽ ഡാൻസ് ചെയ്യാനായിട്ട് ഒരു ഇത് കിട്ടിയപ്പോൾ അതിൽ നവാസ്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആള് എന്റെ ഉമ്മയല്ല, എന്റെ ഉമ്മയ്ക്കും എനിക്കും അറിയില്ല. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ, ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ഉമ്മയുടെ ഉമ്മ ഗ്രാൻഡ്മയും സിസ്റ്ററിനും ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കറിയില്ല. അപ്പോൾ ഈ പ്രോഗ്രാം വന്നപ്പോൾ ഇങ്ങനെ നവാസ്ക ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പടം ചെയ്യുന്നു, ജയറാമേൻ്റെ പടം ചെയ്യുന്നു, അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എനിക്ക് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതെന്താ, എനിക്ക് ഭയങ്കര, ഞാനിതൊന്നും കണ്ടിട്ടില്ല, പടം പോലും കണ്ടിട്ടില്ല. അപ്പൊ അതെന്താ അങ്ങനെ തോന്നുന്നു? ഇല്ലില്ല, ഒന്നും കണ്ടിട്ടില്ല. ആകെ ഈ ഒരു സീരിയലില്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു പ്രത്യേകതരം ട്രീറ്റ്മെന്റ് ആയിരുന്നല്ലോ ആ സീരിയൽ, അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ പടം പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ ഗ്രാൻഡ്മയും സിസ്റ്ററും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സിസ്റ്ററിന് ഇഷ്ടമായില്ല നമസ്കാരം, എനിക്ക് ഇഷ്ടമായി. കാര്യം എന്താ വെച്ചാൽ സിസ്റ്റർ നോക്കിയപ്പോൾ ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരാളായിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് റിയൽ ലൈഫ് എന്നാ വിചാരിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് ഹ്യൂമറൊക്കെ ഇവര് USA പ്രോഗ്രാമിന് പോലെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എനിക്ക് ചിരിയൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പില്ലേ ഈ പറഞ്ഞ ആളൊന്നുമല്ല, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ദേഷ്യം നമ്മൾ എടുത്തിട്ടാലോ അങ്ങനത്തെയൊക്കെ വേറൊരു മൈൻഡുള്ള ഒരാള്. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. ആ പ്രോഗ്രാമിന്റെ ഒരു ഡയറക്ഷൻ ഒക്കെ സൈഡ് നമ്മളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഒരു മെഗാ ഷോ ആണ് അത്. സ്കിറ്റ്, ബാക്കി വരുന്ന ഡാൻസ്, മറ്റുള്ള പ്രോഗ്രാംസ്, പാട്ടുകളെല്ലാം കൂടി വരുമ്പോൾ ഇതിൻ്റെ ചാർട്ടിങ്ങും കാര്യങ്ങളായിട്ട് ഞാൻ തല പുകഞ്ഞിരിക്കുക. കാരണം വെച്ചാൽ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ചാർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. ഒരു ടെൻഷൻ ഒരു സ്വാഭാവികമാണത്. അപ്പോൾ നമുക്ക് ഇന്നും അങ്ങനെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പറഞ്ഞാൽ അത് കഴിയുന്നത് വരെ ഫുൾ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ അതിലായിരിക്കും, നമ്മുടെ മൈൻഡ് അതിലായിരിക്കും. വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മൂഡായിരിക്കില്ല. അല്ല, അതിനോടുള്ള സീരിയസ്നെസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ റിഹേഴ്സൽ ടൈമിൽ ഞാൻ റെഡി ആവുന്നതിന് മുമ്പ് എൻ്റെ സിസ്റ്റർ റെഡിയായി നിൽക്കുകയാണ് നവാസ്കനെ കാണാൻ. അങ്ങനെ അവിടെ ചെന്നൊരു നവാസ്ക ലേറ്റ് ആയിട്ടാണ് അന്ന് വന്നത്, എന്തൊക്കെയോ ആയിട്ട്. അപ്പോൾ നവാസ്ക വന്ന് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഞാൻ റൂമിൽ പൊക്കോട്ടെ. അപ്പം എനിക്ക് എന്ത് പറ്റി, മതിയായോ? ഞാൻ പോവാ മതിയായി. അപ്പം പിന്നെ റൂമിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഭയങ്കര മൂഡ് ഓഫ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി,
ഈ ഹ്യൂമർ ഒന്നുമില്ല, തമാശ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര തമാശയായിരിക്കും, എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കിഷ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ചോദിച്ചു അതെന്താ? ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അല്ല എനിക്ക് ഭയങ്കര, ഞാൻ പൊതുവേ ചെറുതിലേ തുടങ്ങി ഈ ഗ്രാൻഡ്മ എന്നെ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ആരും കൂടെ കൂട്ടാറില്ല. പൊതുവേ എനിക്ക് കൂട്ടുകാർ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പോവാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടില് ഗ്രാൻഡ് പാരൻസ് ഒരുപാട് പേരുള്ള ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പൊ എൻ്റെ ഉമ്മിയുടെ ഉമ്മ, ആ ഉമ്മാടെ ഉമ്മ, ആ ഉമ്മാടെ അനിയത്തി, അതായത് ഒരു 4-5 തലമുറ ഉണ്ട് വീടിൻ്റെ അകത്ത്. അത്രയും വയസ്സായ ആളുകൾ. അപ്പോൾ അവർക്കൊന്നും കൂട്ടില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്നെ വീടിൻ്റെ അകത്ത് തന്നെ ഒരു 5-6 കുട്ടികളുണ്ട്, അവരെ എന്നെ കൂട്ടുന്നില്ല. അപ്പൊ ഇവരെയും ആരും കൂട്ടുന്നില്ല. ഈ പ്രായമായ ആളുകളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ അവരുടെ കൂടെയാണ്. അവര് സംസാരിക്കുന്ന രീതികള്, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷമൊക്കെ വേറെയാ. അപ്പോ അത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഫിലിമിൽ വരുമ്പോഴും എനിക്ക് കൂടുതൽ ഈ അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ അഭിനയിക്കുന്ന ആളുകളോട്, ഇപ്പം മുരളി അങ്കിള്, എനിക്ക് ശരിക്കും എൻ്റെ ഉമ്മിയുടെ വാപ്പ ആയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി. വാപ്പ അടുത്ത് ആരും അടുക്കില്ല, കാര്യം ഭയങ്കര സീരിയസ് ആണ്, ഒരു സ്ഥലത്തിരിക്കും, ആരും മിണ്ടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ മുരളി അങ്കിളും അങ്ങനെ തന്നെയാണ്. സെറ്റിൽ വന്ന ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ വിചാരം ആരും കൂട്ടണില്ല. അപ്പം ഞാൻ പോയി ഒരു പ്രാവശ്യം ചോദിച്ചാൽ അങ്കിളിനെ ആരും കൂട്ടില്ലേ. അപ്പം അങ്കിൾ എന്തേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം അല്ല എന്താ ഒറ്റയ്ക്ക് ഇരിക്കണേ, വിഷമാവില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ? എനിക്ക് വിഷമമൊന്നുമില്ല, ഇതൊരു സുഖമല്ല. അപ്പം എൻ്റെ അടുത്ത് പറയും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക, അപ്പം നമുക്ക് ഏറ്റവും അടുത്ത ശബ്ദം കേൾക്കാൻ പറ്റും, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ശബ്ദം കേൾക്കാം, അങ്ങനെ ദൂരെയുള്ള ഇതുവരെ നമുക്കിങ്ങനെ കിട്ടുമെന്ന്. അപ്പം അങ്കിളെപ്പോഴും ഇങ്ങനെ കവിതയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും, ഒറ്റയ്ക്കാണ് എപ്പോഴും. അങ്ങനെ ഓരോ സെറ്റിലും ഞാൻ ആകെ 9 മൂവി ചെയ്തിട്ടുള്ള 7 പടത്തിലും അച്ഛനായിട്ട് മുരളിയെങ്കിലാണ്. അപ്പോൾ ദാദാ സാഹിബ് ചെയ്യുന്ന സമയത്തും മമ്മൂക്ക ഇരിക്കുമ്പോൾ മുരളിയെങ്കിൽ പറഞ്ഞു വാ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അപ്പം അന്നേരം അങ്കിൾ ആ സെറ്റിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ വന്നാണ്ടപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ മോളാണ് കേട്ടോ, ഇപ്പോൾ എല്ലാ പടത്തിലും ഇവൾ എൻ്റെ മോളാണ്, ഞങ്ങളിനി ഒരു വീട്ടിലേക്കാണ് പോണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. പക്ഷേ അങ്കിൾ ആരോട് സംസാരിക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഈ ദാദാ സാഹിബ് ചെയ്യുമ്പോൾ മമ്മൂക്കാട് അടുത്തിരുന്ന് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ അങ്കിള് ഭയങ്കര എപ്പോഴും അങ്കിള് ഭയങ്കര സാഡായിട്ട് എല്ലാ സെറ്റിൽ ചെന്നാലും ഞാൻ ചോദിക്കും എന്താ അങ്കിളെ, അങ്ങനെ വിഷമോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് അന്ന് എനിക്ക് 14 അല്ല എനിക്ക് 14 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ ആ സമയത്ത്. അപ്പൊ എനിക്ക് അറിയില്ല ആൾക്കൊരു പൊസിഷൻ ഉണ്ടെന്നോ, അല്ല ആളുടെ പൊസിഷൻ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞിട്ടല്ല ഞാൻ ചെല്ലുന്നത്. ആരും ഡീൽ ചെയ്യുന്നില്ല, അതാ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചോദിച്ചു പോയതാണ്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാണ് അങ്കിൾ അങ്ങനെ ഇരുന്നിരുന്നതെന്ന്. പക്ഷെ അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഒരുപാട് നേരം മമ്മൂക്കയായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു സെല്ലും അങ്കിൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് മുരളി അങ്കിള്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. മമ്മൂക്കയായിട്ട് ഇരുന്ന് ഭയങ്കര എൻജോയ് ചെയ്യാനുണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്കിളില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ. പക്ഷെ അങ്കിളിനോട് ഞാൻ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അങ്കിളിന് ഭയങ്കര എന്നോടത്തും ഭയങ്കര കാര്യം.